السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا. إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പരമാവധി സൂക്ഷിച്ച് പാലിച്ച് അല്ലാഹുവിൻ്റെ സാമീപ്യവും തൃപ്തിയും ലഭിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ പരമാവധി പരിശ്രമിച്ചും പ്രവർത്തിച്ചും പ്രാർത്ഥിച്ചും കഴിഞ്ഞുകൂടണമെന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് ഇഖ്ലാസോടുകൂടി നടപ്പാക്കാൻ റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പള്ളിയിൽ ഇന്ന് അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരുമിച്ച് കൂടിയവർ എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സംരക്ഷണവും പ്രാർത്ഥനയും ഉണ്ടാകുന്ന വിഭാഗം എന്ന നിലക്ക് വളരെ ഗൗരവത്തോടുകൂടി മുസ്ലിങ്ങളായ നമ്മുടെ ജീവിതത്തിലുണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്താണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരൊഴിവുള്ള ദിവസം, ഇശാ നമസ്കാരവും കഴിഞ്ഞു. ഇനി ഒരല്പസമയം വിശ്രമിക്കണം. നാളെ ജോലിക്ക് പോകേണ്ടവരാണ് നമ്മിൽ ഭൂരിഭാഗവും. എന്നിട്ട് പോലും അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള വിളി കേട്ട് ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടാൻ സാധിച്ചു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടുകൂടി ഓർക്കുകയും സന്തോഷത്തോടുകൂടി അയവിറക്കുകയും അല്ലാഹുവേ ഈ കർമ്മം സ്വീകരിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടവരാണ് നാം. ഈ സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള
ഒരു മഹത്തായ കർമ്മത്തിന് ഒരുമിച്ച് കൂടാൻ സാധിച്ചവർ എന്ന നിലക്ക്, ജീവിതത്തിൽ മറ്റുള്ളവർക്ക് സാധിക്കാത്ത പലതും സാധിച്ചവർ എന്ന നിലക്ക് കുറച്ചുകൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സൂക്ഷ്മതയെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമ്മുടെ ബാഹ്യമായ പ്രവർത്തനങ്ങളെക്കാൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ജീവിതവുമായി, നമ്മുടെ മനസ്സുമായി എത്ര ബന്ധമുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. എല്ലാ പ്രവർത്തനങ്ങൾക്കും നിയ്യത്ത് ഷർത്താക്കിയ ഒരു ദീനെന്ന നിലക്ക് മനസ്സുമായാണ് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ അഭേദ്യമായ ബന്ധം എന്ന് നാം മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോൾ, അമലുകളെന്ന് പറയുമ്പോൾ, നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ബാഹ്യമായ പ്രവർത്തനങ്ങളെക്കാളുപരി മനസ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കാണ് നാം പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. മനസ്സിനെ നമുക്ക് ആ രൂപത്തിൽ സംസ്കരിച്ചെടുക്കാൻ സാധിച്ചാൽ തീർച്ചയായും നാം വിജയിക്കും. ബാഹ്യമായ ശാരീരികമായ നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് പ്രവർത്തനങ്ങളിൽ വല്ല വീഴ്ചകളോ അബദ്ധങ്ങളോ വന്നു പോയാൽ തന്നെയും അത് ഇൻഷാ അല്ലാഹ് റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു തരികയും ചെയ്യും. അത് അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ്, വാഗ്ദത്തമാണ്. പക്ഷേ ആ പ്രവർത്തനങ്ങളുടെ ശുദ്ധിയും വൃത്തിയും കുടികൊള്ളുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ടാണ് പ്രവർത്തനങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ പഠിപ്പിച്ചപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമായി പഠിപ്പിച്ചത് മനസ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനം. പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ അഭിമാന മുഹൂർത്തങ്ങളിലൊന്നാണെങ്കിൽ ആ അഭിമാനം ജീവിതാന്ത്യം വരെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. അത് സാധിക്കാനുള്ള അവസരമാണ്, സന്ദർഭമാണ് യഥാർത്ഥത്തിൽ വറഅ് എന്ന അവസ്ഥ നമുക്ക് നൽകുന്നത്. നമുക്കറിയാം, ഒരു സ്ഥലത്തുകൂടെ നാം നടന്നു പോകുമ്പോൾ അവിടെ നാം ഒരു വിഷപ്പാമ്പിനെ കണ്ടിരുന്നുവെങ്കിൽ പിന്നീട് ആ സ്ഥലത്തുകൂടെ നടന്നു പോകുമ്പോൾ അതിസൂക്ഷ്മതയോടുകൂടിയായിരിക്കും നാം കടന്നു പോവുക. സാധാരണ സൂക്ഷ്മതയല്ല, അതിസൂക്ഷ്മതയോടുകൂടിയായിരിക്കും കടന്നു പോവുക. തീർച്ചയായും അവിടെ ഒരു പാമ്പുണ്ടാകും. ആ പാമ്പിൻ്റെ കടിയിൽ നിന്നും വിഷത്തിൽ നിന്നും എനിക്ക് രക്ഷപ്പെടണം എന്ന അതിസൂക്ഷ്മതയോടുകൂടി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗത്തോടു കൂടിയായിരിക്കും നാം കടന്നു പോവുക. ഇത് ദീനിലേക്ക് നാം പകർത്തിയാൽ ഒരു വിശ്വാസിയുടെ ഏറ്റവും ഉന്നതമായ ഗുണമായി നമ്മുടെ ദീനിനെയും നമ്മുടെ പ്രവർത്തനത്തെയും നശിപ്പിക്കുകയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്യുന്ന വല്ലതും ഉള്ള ഒരു പ്രദേശത്തുകൂടെയോ പ്രവർത്തനങ്ങളിലൂടെയോ ആണ് നാം നടന്നു പോകുന്നത് എങ്കിൽ, നാം കടന്നു പോകുന്നത് എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാനുള്ളത് എങ്കിൽ, അതിസൂക്ഷ്മത, ഈ സർപ്പത്തെ കാണുമോ എന്ന സൂക്ഷ്മത, സർപ്പത്തിന്റെ ദംശനം ഏൽക്കുമോ എന്ന സൂക്ഷ്മത നമുക്കുള്ളതുപോലെ ദീനിന്റെ കാര്യത്തിൽ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ആ അവസ്ഥയെയാണ് പണ്ഡിതന്മാർ വറഅ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇസ്ലാമിക പണ്ഡിതന്മാർ ശർഈയായി, സാങ്കേതികമായി ഈ പദത്തിന്
നിർവചനം പറഞ്ഞ് നമുക്ക് പഠിപ്പിച്ചു തന്നു. അതിലേറ്റവും ശ്രദ്ധേയമായ നിർവചനം തർക്കു മാ യുരീബുക വനഫ്യു മാ യുഈബുക വൽ അഖ്ദു ബിൽ ഔസഖ് വഹംലുൻ നഫ്സി അലൽ അഹ്വത് എന്നതാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരാണ് ഈ നിർവചനം പഠിപ്പിച്ചു തന്നത്. നിനക്ക് സംശയമുള്ളതിനെ ഉപേക്ഷിക്കുക, നിനക്ക് ഐബുണ്ടാക്കുന്നതിനെ, ന്യൂനത ഉണ്ടാക്കുന്നതിനെ നിഷേധിക്കുക, ഏറ്റവും വിശ്വാസയോഗ്യമായത് സ്വീകരിക്കുക, കൂടുതൽ സൂക്ഷ്മത പുലർത്താൻ വേണ്ടി മനസ്സിനെ പ്രേരിപ്പിക്കുക. ഇതാണ് വറഅ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി വിശദീകരിച്ചു പറഞ്ഞാൽ ഇജ്തിനാബു ശുബ്ഹാത്ത് വമുറാഖബത്തുൽ ഖത്റാത്ത്. ശുബ്ഹാത്തുകളെ, പരസ്പര സാദൃശ്യമുള്ള വിഷയങ്ങളെ, എന്താണെന്ന് വ്യക്തമാകാത്ത അവ്യക്തമുള്ള വിഷയങ്ങളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ള രംഗങ്ങളിൽ നിന്നും സമയങ്ങളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നും അതിസൂക്ഷ്മതയോടുകൂടി അവയെ വീക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. മർഫൂആയ ഒരു ഹദീസിൽ ഇമാം തുർമുദി ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. യാ അബാ ഹുറൈറ കുൻ വരിഅൻ തകുൻ അഅബദൻ നാസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിക്കുകയാണ്. അബൂ ഹുറൈറ കുൻ വരിഅൻ, നീ വറഉള്ളവനാകണം, ഈ അവസ്ഥ ഉള്ളവനാകണം. എന്നാൽ തകുൻ അഅബദൻ നാസ്, നിനക്ക് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യുന്നവനാകാം എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, ഈ ഒരവസ്ഥയിലേക്ക് നാം എത്തുന്നത് നമ്മുടെ ജീവിതത്തെ നാം പരിപൂർണമായി സംശുദ്ധീകരിച്ച ശേഷം, മനസ്സുകൊണ്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങളിലെ മുഴുവൻ പടവുകളിലൂടെയും നാം കയറിയ ശേഷം, അവസാനമെത്തുന്ന പടവിൽ നിന്ന് നാം ആലോചിക്കേണ്ട ഏറ്റവും പരമപ്രധാനമായ വിഷയം പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത്, വറഅന്റെ ഹഖീഖത്ത് എന്ന നിലക്ക്, യാഥാർത്ഥ്യം എന്ന നിലക്ക് പഠിപ്പിക്കുന്നത് യദഉ മാ ലാ ബഅസ ബിഹി ഹദറൻ മിമ്മാ ബിഹി ബഅസുൻ എന്നാണ്. ഒരു കുറ്റമാണ് എന്ന് തോന്നാത്ത ഒരു വിഷയം, തെറ്റാണ് എന്ന് തോന്നാത്ത ഒരു വിഷയം, ഒരു കാര്യം, അതിനെ ഉപേക്ഷിക്കുക, അതിൽ നിന്ന് അകന്നു നിൽക്കുക. കാരണം കുറ്റമാകാവുന്ന ഒരു വിഷയത്തിലേക്ക്, തെറ്റാകാവുന്ന ഒരു വിഷയത്തിലേക്ക് എത്തിപ്പെടുമോ എന്ന ഹദറോടുകൂടി, ഭയത്തോടുകൂടി. ഇതാണ് വിശ്വാസികളിൽ സൂക്ഷ്മത പുലർത്തുന്നവർ എന്ന നിലക്ക് നാം സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. സഹാബത്തിന്റെ ചരിത്രത്തിൽ നിന്നും താബിഈകളുടെ ചരിത്രത്തിൽ നിന്നും നമുക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ വിശദീകരണം, കുന്നാ നദഉ 70 ബാബൻ മിനൽ ഹലാൽ മഖാഫതൻ അൻ നഖഅ ഫിൽ ഹറാം. ഹറാമിൽ പെട്ടുപോകുമോ, ഹറാമിൽ പതിച്ചു പോകുമോ എന്ന ഭയത്താൽ ഹലാലായ 70ഓളം കാര്യങ്ങളെ ഞങ്ങൾ ഉപേക്ഷിക്കാറുണ്ടായിരുന്നു എന്നാണ് സൂക്ഷ്മതയുടെ ഏറ്റവും ഉന്നത ഉദാഹരണങ്ങളായ സഹാബത്തിന്റെയും താബിഈകളുടെയും ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഏത് കാര്യത്തെയാണ് ഈ പ്രകാരം അതിസൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടത്, ഏതൊക്കെ വിഷയങ്ങളെയാണ് ഹറാമിലേക്ക് എത്തിപ്പെടുമോ എന്ന ഭയത്താൽ ഹലാലിനെ തന്നെ നാം ഉപേക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നാം ഗൗരവത്തോടുകൂടി പഠിക്കേണ്ടതുണ്ട്. അതിന് ഈ വിഷയത്തെക്കുറിച്ചുള്ള ഇൽമ്, വിജ്ഞാനം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഇവിടെ നമുക്കറിയാം, ചില ആളുകൾ അതിസൂക്ഷ്മതയുടെ പേരിൽ ഹലാലായ, ജായിസായ, അനുവദനീയമായ കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നവരുണ്ട്. സംഭവിച്ചു പോകുന്ന അബദ്ധം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇൽമില്ലാതെ, വിജ്ഞാനമില്ലാതെ ഈ വിഷയത്തെ സമീപിക്കുമ്പോഴാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്ന വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നു, തമാമുൽ വറഇ അൻ യഅലമൽ ഇൻസാൻ ഖൈറൽ ഖൈറൈൻ വശർറൽ ശർറൈൻ. വറഇന്റെ പരിപൂർണമായ അവസ്ഥ എന്ന് പറയുന്നത്, ഉന്നതമായ അവസ്ഥ എന്ന് പറയുന്നത്, അൻ യഅലമൽ ഇൻസാൻ ഖൈറൽ ഖൈറൈൻ
വശർറ ശർറൈൻ. രണ്ടു നന്മകളിലെ ഏറ്റവും നല്ല നന്മയേത്, രണ്ട് തിന്മകളിലെ ഏറ്റവും വലിയ തിന്മയേത് എന്ന് മനസ്സിലാക്കലാണ് വറഇന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ. അഥവാ തിന്മയെയും നന്മയെയും താരതമ്യപ്പെടുത്തി പഠിക്കാനാകാവുന്ന വിജ്ഞാനത്തിലേക്ക് മനുഷ്യൻ എത്തണം എന്നർത്ഥം. ഒന്നുകൂടി അദ്ദേഹം വിശദീകരിക്കുന്നു. വയഅലം അന്ന ശരീഅത മബ്നാഹാ അലാ തഹ്സീലിൽ മസാലിഹി വതക്മീലിഹാ വതഅതീലിൽ മഫാസിദി വതഖലീലിഹാ. വറഇനെ കുറിച്ച് പഠിക്കുമ്പോൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനം തഹ്സീലുൽ മസാലിഹി വതക്മീലിഹാ. മസാലിഹികൾ, മസ്ലഹത്തുകൾ, നന്മകൾ, അതിനെ എങ്ങനെ കരസ്ഥമാക്കാം, അതിനെ എങ്ങനെ സമ്പൂർണമാക്കാം. വതഅതീലിൽ മഫാസിദി വതഖലീലിഹാ. മസ്ലഹത്തിന്റെ നേരെ വിപരീതമായ, നന്മയുടെ നേരെ വിപരീതമായ തിന്മയും നാശവും എങ്ങനെ ഇല്ലാതാക്കാം, അല്ലെങ്കിൽ അതിന്റെ അളവ് എങ്ങനെ കുറക്കാം എന്നതാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ അടിസ്ഥാനം. ഇവിടെ വളരെ കൃത്യമായി നാം ഈ വാചകം മനസ്സിലാക്കുക. ഇസ്ലാമിക ശരീഅത്തിന്റെ അടിസ്ഥാനം തഹ്സീലുൽ മസാലിഹി വതക്മീലിഹാ വതഅതീലുൽ മഫാസിദി വതഖലീലിഹാ എന്നതാണ്. അഥവാ എങ്ങനെ നന്മകൾ എങ്ങനെ കരസ്ഥമാക്കാം, ആ നന്മകളുടെ സമ്പൂർണമായ അവസ്ഥയിലേക്ക് എങ്ങനെ എത്താം, തിന്മകളെ എങ്ങനെ ഇല്ലാതാക്കാം, അതല്ലെങ്കിൽ തിന്മകളെ എങ്ങനെ കുറച്ചു കൊണ്ടുവരാം എന്ന വിഷയമാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ അടിസ്ഥാനം. ഈ ഇൽമ്, ഈ വിജ്ഞാനം ഒരു മനുഷ്യന് നിർബന്ധമായും ഉണ്ടായിരിക്കണം. വഇല്ല, അങ്ങനെ ഉള്ള ഒരു വിജ്ഞാനം മനുഷ്യന് ലഭിച്ചില്ല എങ്കിൽ ഫമൻ ലം യുവാസിൻ മാ ഫിൽ ഫിഅലി വത്തർകി മിനൽ മസ്ലഹത്തി ശർഇയ്യ വൽ മഫ്സദത്തി ശർഇയ്യ ഫഖദ് യദഉൽ വാജിബാത്ത് വയഫ്അലുൽ മുഹറമാത്ത്. ഇങ്ങനെ നന്മയെയും തിന്മയെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ, അതിന്റെ കുറവിനെയും സമ്പൂർണതയെയും വേർതിരിച്ച് മനസ്സിലാക്കി അതിനെ മുവാസനത്ത് നടത്താൻ, താരതമ്യം നടത്താനുള്ള വിജ്ഞാനം ഒരുത്തന് ലഭിക്കാതെ പോയാൽ സംഭവിക്കുന്നത് യദഉൽ വാജിബാത്ത്, നിർബന്ധമായി ചെയ്യേണ്ട ചില കാര്യങ്ങളെ അവൻ ഉപേക്ഷിക്കും. വയഫ്അലുൽ മുഹറമാത്ത്, ഹറാമായ ചില കാര്യങ്ങൾ അവൻ ചെയ്യും. എന്നിട്ട് അവൻ പറയും വയറാ ദാലിക മിനൽ വറ, വറ കൊണ്ടാണ്, സൂക്ഷ്മതയ്ക്ക് വേണ്ടിയാണ് അപ്രകാരം ചെയ്തത് എന്ന് പറയും. ഇവിടെ വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ഈ പഠിപ്പിക്കുന്നത്. സൂക്ഷ്മതയാണ് എന്ന് പറഞ്ഞ് വറഇന്റെ പേരിൽ വാജിബാത്തുകളെ അഥവാ നിർബന്ധമായി മുസ്ലിം സമൂഹം ചെയ്യേണ്ട കാര്യങ്ങളെ ഉപേക്ഷിക്കുകയും ഹറാമായ കാര്യങ്ങളെ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും മനുഷ്യൻ എപ്പോൾ ഇസ്ലാമിക ശരീഅത്തിന്റെ അടിസ്ഥാന തത്വത്തിലെ നന്മയും തിന്മയും, നന്മയുടെ സമ്പൂർണതയെയും തിന്മയുടെ ലഘൂകരണത്തിനെയും കുറിച്ചുള്ള മുവാസനത്ത് അഥവാ താരതമ്യ വിജ്ഞാനം മനുഷ്യന് ലഭിക്കാതെ വരുമ്പോൾ. ഇതൊരു തത്വമാണ്. ഒരു ഉദാഹരണത്തിലൂടെ ഇതൊന്നുകൂടി മനസ്സിലാക്കാം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ഉദാഹരണം പറഞ്ഞു തരുന്നു. കമൻ യദഉൽ ജിഹാദ് മഅൽ ഉമറാഇൽ ളലമ വയറാ ദാലിക വറഅൻ. ജിഹാദിന് വേണ്ടി വിളിച്ചു. ഇസ്ലാമിക ഭരണകൂടം നടക്കുന്ന ഒരു പ്രദേശത്ത്, ഭരണം നടത്തുന്ന ഒരു പ്രദേശത്ത് ഭരണാധികാരി ജിഹാദിന് വേണ്ടി പ്രഖ്യാപനം നടത്തി. അപ്പോൾ അമീർ അഥവാ യുദ്ധത്തിന് വേണ്ടി, ജിഹാദിന് വേണ്ടി നിയമിക്കപ്പെട്ട യുദ്ധനായകൻ യുദ്ധത്തിന് വേണ്ടി വിളിക്കുമ്പോൾ ആളുകളിൽ ചിലർ പറയുന്നു, ഞങ്ങൾ അവരുടെ കൂടെ യുദ്ധം ചെയ്യാനില്ല. കാരണം യുദ്ധത്തിന്റെ നേതാവ് ഫാസിഖാണ്, അദ്ദേഹം തെറ്റുകൾ ചെയ്യുന്നവനാണ്, അബദ്ധങ്ങൾ ചെയ്യുന്നവനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾ യുദ്ധത്തിനില്ല എന്ന് പറയും. ശൈഖുൽ ഇസ്ലാം അതുകൂടി വിശദീകരിക്കുന്നു. ഫയഅതി മസലൻ ജയ്ഷുൻ മിനൽ മുസ്ലിമീന അമീറഹു ലാ യുംകിൻ തഗ്യീറഹു വഇൻദഹു ഫിസ്ഖുൻ വഹുവ ഫീ ജിഹാദിൻ യുഖാതിലുൽ കഫറ. ജിഹാദ് ചെയ്യുന്ന സന്ദർഭത്തിലുള്ള അമീർ, നേതാവ്, നായകൻ, അവനെ മാറ്റാൻ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ അപ്പോൾ വിചാരിച്ചാൽ സാധിക്കുകയില്ല. അവന്റെ അടുത്ത് ചില ഫിസ്കുകളൊക്കെ ഉണ്ട്, തോന്നിയാസമൊക്കെയുണ്ട്. പക്ഷേ അവൻ ആ സന്ദർഭത്തിൽ ജിഹാദിലാണ്, കുഫാറുകളോട് യുദ്ധം ചെയ്യുകയാണ്. ആ സന്ദർഭത്തിൽ ഫജാ അഹദുഹും, ഒരാൾ വന്ന് പറയുന്നു, അന അതവറഉ അൻ ഉജാഹിദ വറഅ ഹാദൽ ഫാസിഖ്, ഇവൻ തമ്മാടിയാണ്, ഇവന്റെ അടുത്ത് തെറ്റുണ്ട്, ഇവന്റെ അടുത്ത് അബദ്ധമുണ്ട്, സൂക്ഷ്മതയില്ലാത്ത ജീവിതമാണ് ഇവൻ നയിക്കുന്നത്, അതുകൊണ്ട് ഇവന്റെ കൂടെ ജിഹാദ് ചെയ്യാൻ ഞാനില്ല, അത് വറഇന്റെ പേരിൽ ഇവന്റെ പിന്നിലുള്ള ജിഹാദ് ഞാൻ ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞാൽ
മാദാ സയഹ്സുൽ, എന്താണ് സംഭവിക്കുക, എന്ത് സംഭവിക്കും? ഇസ്ലാമിനെ കുറിച്ച് യഥാർത്ഥ ജ്ഞാനം ലഭിക്കാതിരുന്നാൽ പറ്റുന്ന അവസ്ഥയാണിത്. ഷെയ്ഖുൽ ഇസ്ലാം വിശദീകരിക്കുന്നു, യജ്താഹുൽ അദുവുൽ ബലദ വതഖഉൽ ഹസീമത ഫിൽ മുസ്ലിമീൻ. സംഭവിക്കുക എന്തായിരിക്കും? രാജ്യത്തെ മുസ്ലിം ശത്രുക്കൾ കീഴടക്കുകയും ശത്രുക്കളുടെ മുമ്പിൽ നാം പരാജയപ്പെടുകയും ചെയ്യേണ്ടി വരും. ഇവിടെ നാം മനസ്സിലാക്കണം, എന്താണ് ഇസ്ലാമിക ശരീഅത്ത് ഇത്തരം ഘട്ടത്തിൽ നമ്മോട് പറയുന്നത്. ഇസ്ലാമിക ശരീഅത്തിന്റെ ആകത്തുക എന്താകുന്നു എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് പറ്റുന്ന അബദ്ധമാണ് ഇത്. ഇത് തന്നെയാണ് പലപ്പോഴും പല സുഹൃത്തുക്കൾക്കും പറ്റാറുള്ള അബദ്ധവും. ഇസ്ലാമിക ശരീഅത്തിലെ ഏറ്റവും പരമപ്രധാനമായ ഏറ്റവും ഉന്നതമായ പ്രവർത്തനമാണ് ഇസ്ലാമിക ദഅവത്ത് എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിച്ച ഒരു കാര്യം, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിച്ചവനേക്കാൾ ഉത്തമമായ വാചകം പറഞ്ഞവൻ ആരുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് ഏറ്റവും ഉന്നതമായ പ്രവർത്തനം, ഏറ്റവും ഉത്തമമായ വാചകം അതാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച പ്രവർത്തനം. ആ പ്രവർത്തനത്തെ നിങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. കാരണം നിങ്ങളുടെ സംഘത്തിൽപ്പെട്ടവർക്ക്, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവർക്ക് നിങ്ങളിൽ പലതരം ന്യൂനതകളുമുണ്ട്. അവർ ബിദ്അത്ത് ചെയ്യുന്നുണ്ട്, അവർ തോന്നിയാസം ചെയ്യുന്നുണ്ട്, അവർക്കിടയിൽ പലതരത്തിലുള്ള ദീനിൽപ്പെടാത്ത കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കാൻ ഞങ്ങളില്ല എന്ന് പറയുന്ന അതിശക്തമായ വിവരദോഷം സമൂഹത്തിന് ബാധിച്ചത് യഥാർത്ഥത്തിൽ വറഅ് എന്ന പദത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം മനുഷ്യന് ലഭിക്കാതെ പോയപ്പോഴാണ്. ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഞാനൊരു ഉദാഹരണം കൂടി പറഞ്ഞാൽ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ച ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ കാര്യം കുറച്ചുകൂടി വ്യക്തമാകും. വഅഹദുഹും മാത അബൂഹു വഇൻദഹു അംവാൽ. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ, അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചപ്പോൾ പിതാവിന് ഒരുപാട് സ്വത്തുണ്ട്, പക്ഷേ അംവാലുൻ മശ്ബൂഹ, ആ സ്വത്ത് മശ്ബൂഹായ സ്വത്താണ്, അതിൽ ഹലാലും ഹറാമും കലർന്നിട്ടുണ്ട് എന്ന് ഈ മകന് ഒരു സംശയം. വഅലൈഹി ദുയൂൻ, പിതാവിനാണെങ്കിൽ വലിയ കടവുമുണ്ട്. ഫലമ്മാ ജാഅ അന്നാസ് യുതാലിബൂന ഹുഖൂഖഹും, ജനങ്ങൾ ഇയാൾ മരണപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ജനങ്ങൾ മകന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് കടം തരാനുണ്ട്, കടം വാങ്ങി ഇത് തരാനുണ്ട്, ഞങ്ങളുടെ ഹക്ക് തരാനുണ്ട്, വാപ്പ തരാനുണ്ട് എന്ന് പറയുമ്പോൾ മകൻ പറയുന്നു, അന അതവറഉ വ നഖ്ലി ദുയൂന അബീ മിനശ്ശുബ്ഹ, ഇല്ല, ഈ സ്വത്തിൽ നിന്ന്, വാപ്പയുടെ ഈ സ്വത്തിൽ നിന്ന് കടം വീട്ടാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ അവിടെ വറഅ് കൈക്കൊള്ളുകയാണ്, സൂക്ഷ്മത കൈക്കൊള്ളുകയാണ്. കാരണം വാപ്പാന്റെ ഈ സ്വത്തിൽ ഹറാമും ഹലാലും കലർന്നിട്ടുണ്ട്. ഹറാമും ഹലാലും കലർന്ന ഈ സ്വത്ത് കൊണ്ട് കടം വീട്ടിയാൽ കടം വീടുകയില്ല എന്ന് പറഞ്ഞ് ഒരതിസൂക്ഷ്മത, വിവരക്കേടിന്റെ സൂക്ഷ്മത കൈക്കൊണ്ടാൽ എന്താണ് സംഭവിക്കുക? ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, വഹാദൽ വറഉ ഫാസിദുൻ വഹാദൽ ഇൻസാനു ജാഹിലുൻ. ഈ വറഅ്, ഈ സൂക്ഷ്മത ഫസാദിന്റെ സൂക്ഷ്മതയാണ്. ഈ മനുഷ്യൻ ജാഹിലാണ്, വിവരമില്ലാത്തവനാണ്. വാപ്പാന്റെ സ്വത്തിന്റെ അടിവേര് പരിശോധിക്കേണ്ട ബാധ്യത മകനില്ല. ചെയ്യേണ്ടത് മയ്യത്ത് ഖബറടക്കുന്നതിന് മുമ്പ് വാപ്പയുടെ കടം വീട്ടാനാണ് ശ്രമിക്കേണ്ടത്. അതിലെ അവ്യക്തത, അതിലെ ഹറാമും ഹലാലും വേർതിരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സൂക്ഷ്മത മനുഷ്യൻ കൈക്കൊള്ളേണ്ടതല്ല. പക്ഷേ ഈ വിവരം മനുഷ്യൻ എവിടെ നിന്ന് കിട്ടും? വിവരമില്ലാത്ത മനുഷ്യൻ ഇസ്ലാമിക ശരീഅത്തിനെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച്, ഉസൂലിനെ കുറിച്ച് വിവരമില്ലാത്ത ആളുകൾ പലപ്പോഴും, വിവരമില്ലാത്ത ആളുകൾക്ക് പലപ്പോഴും സംഭവിക്കുക ഈ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇവിടെ വിശദീകരിച്ച വിവരക്കേടായിരിക്കും. ചുരുക്കത്തിൽ അദ്ദേഹം പറയുന്നു, ഫൽ ജഹ്ലു ഇദൻ യജ്അലു ബഅദൻ നാസി യത്റുകൂന വാജിബാത് ബിസഅമിൽ വറഇ. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ വാചകം, അൽ ജഹ്ലു ഇദൻ, ഈ വിവരക്കേട്, ദീനിനെ കുറിച്ചുള്ള വിവരക്കേട്, യജ്അലു ബഅദൻ നാസ് യത്റുകൂന വാജിബാതുഹും ബിസഅമിൽ വറ, വറഇന്റെ പേരിൽ, സൂക്ഷ്മതയുടെ പേരിൽ, അതിസൂക്ഷ്മതയുടെ പേരിൽ വാജിബാത്തുകൾ, നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യനെത്തും. വളരെ ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞ ഒരു ഉദാഹരണം കൂടി ഞാൻ അടിവരയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയട്ടെ. അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം, വയംതനിഉ അൻ ഖുബൂലി ഷഹാദത്തിൽ ഇബാദ് വഅഖദു ഇൽമിൽ ആലിം
ലിമാ ഫീ സാഹിബിഹി മിൻ ബിദ്അത്തിൻ ഖഫിയ്യ. ചില ആളുകൾ ഈ മനുഷ്യന്മാരുടെ സാക്ഷ്യം ഞങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞ് ഒരു മുസ്ലിം വിഭാഗത്തിന്റെ സാക്ഷ്യം സ്വീകരിക്കാൻ മടി കാണിക്കുന്നു. വഅഖദു ഇൽമുൽ ആലിം, ഈ പണ്ഡിതനിൽ നിന്ന് ഇയാളുടെ വിജ്ഞാനം ഞങ്ങൾ സ്വീകരിക്കുകയില്ല, ഇയാളിൽ നിന്ന് ഞങ്ങൾ ഇൽമു സ്വീകരിക്കുകയില്ല, ഇയാളുടെ ക്ലാസ് ഞങ്ങൾക്ക് കേട്ടുകൂടാ, ഇയാൾ പറഞ്ഞു തരുന്നത് ഞങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കുകയില്ല എന്ന് പറഞ്ഞ് അഖ്ദു ഇൽമുൽ ആലിം, ഒരു ആലിമിന്റെ ഇൽമു സ്വീകരിക്കാൻ അവർ തടസ്സം നിൽക്കുന്നു. അതിനവർ കാരണം പറയുക ലിമാ ഫീ സാഹിബിഹി മിൻ ബിദ്അത്തിൻ ഖഫിയ്യ, കാരണം ആ പണ്ഡിതൻ ചെറിയ ചില ന്യൂനതകളൊക്കെ ഉള്ള ആളാണ്. ചെറിയ ചില ബിദ്അത്തുൻ ഖഫിയ്യ, അവ്യക്തമായ വ്യക്തമല്ലാത്ത ചില നൂതനമായ കാര്യങ്ങൾ, ചില ബിദ്അത്തുകൾ ഈ മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവനിൽ നിന്ന് ഇൽമു സ്വീകരിക്കുകയില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും. വയറാ തർക്കു ഖുബൂൽ സിമാഇ ഹാദൽ ഹഖ്, അങ്ങനെ ഈ സത്യം സ്വീകരിക്കാതെ ഈ സത്യം കേൾക്കുന്നത് ഈ പണ്ഡിതനിൽ നിന്ന് സ്വീകരിക്കാതിരിക്കുക എന്നത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നിർബന്ധമായി സ്വീകരിക്കേണ്ടിയിരുന്ന, നിർബന്ധമായി കേൾക്കേണ്ടിയിരുന്ന ഇൽമു കേൾക്കാൻ സന്ദർഭം കൊടുക്കാതെ അതിനെ ഉപേക്ഷിക്കലായിരിക്കും എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ. ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി സംഘടിക്കുന്നതും അതിനുവേണ്ടി ഒരുമിച്ച് കൂടുന്നതും ക്ലാസുകൾ നടത്തുന്നതും ഇൽമിന്റെ ഇതുപോലെയുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുന്നതും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളുമെല്ലാം തെറ്റാകുന്നു, കുറ്റമാകുന്നു. കാരണം അവരൊക്കെ ബിദ്അത്തുകൾ ചെയ്യുന്നവരാകുന്നു, തെറ്റുകൾ ചെയ്യുന്നവരാകുന്നു എന്ന് പറഞ്ഞ് സമൂഹത്തിൽ ഭിന്നിപ്പും ഫസാദും സൃഷ്ടിക്കുക എന്നത് വറഅ് എന്ന വിഷയത്തെ സൂക്ഷ്മമായി പഠിക്കാത്തതിൽ നിന്ന് വന്നതാകുന്നു എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. ചിന്തിച്ചു നോക്കൂ. അകാബിറുൽ ഉലമാകളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഈ വിഭാഗം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന വളരെ വ്യക്തമായ ഇൽമിയായ വറഅനെ കുറിച്ച് പറയുന്ന ഇൽമിയായ ആശയത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വിഷയമെന്ന നിലക്ക് വറഅനെ കുറിച്ച്, സൂക്ഷ്മതയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായി പൊങ്ങിവരാൻ സാധ്യതയുള്ള കാര്യമെന്ന നിലക്കാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗം വിശദീകരിക്കുന്നത്. നാം ഇവിടെ മനസ്സിലാക്കേണ്ട വളരെ ഗൗരവമുള്ളൊരു വിഷയമുണ്ട്. ദഅവത്ത് രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ, ഒരു സമൂഹമായി പ്രവർത്തിക്കുമ്പോൾ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകളിൽ ചിലപ്പോൾ ചില ന്യൂനതകൾ കണ്ടു എന്ന് വന്നേക്കാം. ആ ന്യൂനതകൾ പെരുപ്പിച്ച് കാണിച്ച് ദഅവത്ത് എന്ന സാമൂഹ്യ ഉത്തരവാദിത്തം, അള്ളാഹു ഏൽപ്പിച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച സാമൂഹ്യമായ ഉത്തരവാദിത്തം, വൽതകും മിൻകും ഉമ്മത്തുൻ എന്ന് പറഞ്ഞ് ഉമ്മത്തിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം, കുൻതും ഖൈറ ഉമ്മത്തിൻ എന്ന് പറഞ്ഞ് ഉമ്മത്തിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം, ഫൽയുബല്ലിഗി ഷാഹിദൽ ഗായിബ്, ഇവിടെ ഷാഹിദുള്ളവൻ ഗായിബുള്ളവനെ എത്തിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നവരെ നിസ്സാരമാക്കുകയും കൊച്ചാക്കുകയും രാഷ്ട്രീയക്കാരാക്കുകയും കക്ഷി മാത്സര്യത്തിന്റെ ആളുകളാക്കി മാറ്റുകയും ചെയ്യുക എന്നത് യഥാർത്ഥത്തിൽ അവിവേകമാകുന്നു, വിജ്ഞാനമില്ലാത്തത് കൊണ്ട് സംഭവിച്ചതാകുന്നു, ജഹലിൽ നിന്ന് വന്നതാകുന്നു എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ വാക്കുകളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഇനി ശ്രദ്ധിച്ചു നോക്കൂ. ഞാൻ ആ വിഷയത്തെ പരത്തി പറയുകയല്ല, എനിക്ക് സംസാരിക്കാനുള്ളത് അതുമല്ല. പക്ഷേ ചില തെറ്റിദ്ധാരണകളെ തിരുത്തേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഈ വിഷയം പറയുന്നത്. ഈ കാര്യം വിശദീകരിക്കുന്നതിന് വേണ്ടി ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഓതുകയും ആ ഹദീസിനെ നാം വിശദീകരിക്കുകയും ചെയ്തപ്പോൾ ഒരു മറു വിശദീകരണം നൽകാനോ ആ ഹദീസിന് ഈ വിഭാഗം പറയുന്ന അർത്ഥമോ ആശയമോ ഇല്ല എന്ന സത്യത്തെ വ്യക്തമാക്കിയപ്പോൾ അതങ്ങനെയല്ല ഇതിന്റെ ആശയം. ഏതെങ്കിലും ഒരു ഷാരിഹോ മുഫസ്സിറോ ഈ ഹദീസിന് ഈ ആളുകൾ പറയുന്ന രൂപത്തിലുള്ള അർത്ഥം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. അനേകം ഫത്വകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അകാബിറുൽ ഉലമാകളുടെ, പണ്ഡിതന്മാരിൽ ഏറ്റവും ഉന്നത ശ്രേഷ്ഠന്മാരായ മഹാന്മാരായ ഷെയ്ഖ് അബ്ദുല്ലാഹി ഇബ്നു ബാസ് അടക്കമുള്ള, മുഹമ്മദ് സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിം അടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഫത്വകൾ ഈ വിഷയത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയതിനെതിരാകുന്നു എന്ന് നാം പറഞ്ഞു കൊണ്ടുവന്നപ്പോൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു മഹാനായ പണ്ഡിതന്റെ ഫത്വയാണ് കൊണ്ടുവന്നത്.
അദ്ദേഹം ഫത്വകൾ ധാരാളമായി ഫത്വകൾ നൽകുകയാണ് അദ്ദേഹം ചെയ്തത്. അവസാനമായി അദ്ദേഹം നൽകിയ ഒരു ഫത്വ മാത്രം ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ ഫത്വ നിങ്ങൾക്കൊക്കെ പരിഭാഷപ്പെടുത്തപ്പെട്ട് ലഭിച്ചിട്ടുണ്ടാകും. അവസാനമായി ഇറങ്ങിയ ആ ഫത്വയിൽ പരിഭാഷപ്പെടുത്തിയ ഭാഗത്ത് വളരെ ശക്തമായ രൂപത്തിൽ ഇൽമിനെ മറച്ചുവെക്കാൻ വളരെ ശക്തമായ ശ്രമം നടന്നു എന്നതാണ് ഏറെ ഖേദകരമായ വസ്തുത. ഇൽമിനെ കുറിച്ച് പറയുന്ന ഇൽമ് പഠിക്കണം, വിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുന്ന വിഭാഗം ആ ഫത്വയെ പരിഭാഷപ്പെടുത്തി. ആ ഫത്വയുടെ അവസാന ഭാഗം ഇങ്ങനെയാണ്: വലാ ഖറാബത അൻ തുഹരിഫ നദ്വത്തുൽ മുജാഹിദീൻ കലാമി ലിഅന്നഹാ ജമാഅത്തുൻ സിയാസിയ്യ. നദ്വത്തുൽ മുജാഹിദീൻ എന്റെ ഫത്വയെ, എന്റെ വാക്കിനെ വികലമാക്കി ചിത്രീകരിച്ചതിൽ എനിക്ക് അത്ഭുതമില്ല. ഈ ഫത്വ നൽകി അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലിഅന്നഹാ ജമാഅത്തുൻ സിയാസിയ്യ, കാരണം നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയാകുന്നു എന്ന്. ഇവിടെ ലിഅന്നഹാ ജമാഅത്തുൻ സിയാസിയ്യ എന്ന അതുവരെ എല്ലാ ഭാഗവും വിശദീകരിച്ചു. ഈ ഫത്വയിൽ 2 സ്ഥലത്ത് നദ്വത്തുൽ മുജാഹിദീൻ രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് പറയുന്നുണ്ട്. ആ ഭാഗത്ത് രാഷ്ട്രീയ പാർട്ടി എന്ന് മലയാള ഭാഷയിൽ വിവർത്തനം നടത്താതെ, പരിഭാഷപ്പെടുത്താതെ സിയാസി എന്ന് പറഞ്ഞ് ഒളിച്ചോടുകയാണ് ഈ വിഭാഗം ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഇൽമിനെ എത്തിക്കുന്ന വിഷയത്തിൽ അമാനത്തുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ആ ഭാഗം അങ്ങനെ തന്നെ പറയുകയായിരുന്നു. ലോകത്തേതെങ്കിലും ഒരു മനുഷ്യൻ വിശ്വസിക്കുമോ നദ്വത്തുൽ മുജാഹിദീൻ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറഞ്ഞാൽ? അതോടുകൂടി പൊളിഞ്ഞു പോവുകയില്ലേ മുഴുവൻ ഫത്വകളും? വളരെ കൃത്യമായി ഇതിൽ പറയുന്നു, ലിഅന്നഹാ ജമാഅത്തുൻ സിയാസിയ്യ, കാരണം നദ്വത്തുൽ മുജാഹിദീൻ. അതിനു മുമ്പ് അഹ്ലുൽ ഹദീസിനെ കുറിച്ച് പറഞ്ഞു. ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന, ബർമിൻഹാം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഹ്ലുൽ ഹദീസിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഇന്തോനേഷ്യയിൽ പ്രവർത്തിക്കുന്ന ജംഇയ്യത്തുൽ ഇർഷാദിനെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ സലഫി പ്രബോധന രംഗത്ത് സജീവമായി നിറഞ്ഞു നിൽക്കുന്ന നദ്വത്തുൽ മുജാഹിദിനെ പോലെയുള്ള സംഘടനകളാണ്. ആ സംഘടനകളൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ് ചെയ്തത്. പക്ഷേ എന്റെ സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ ഫത്വ എന്ന കടലാസ് ലഭിക്കുമ്പോഴേക്ക് ഫത്വ കിട്ടി എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുന്ന ആളുകൾ ആ ഫത്വയെ ന്യായമായ രൂപത്തിൽ പരിഭാഷപ്പെടുത്താൻ ശ്രമിക്കണമെന്നാണ് വളരെ വിനീതമായി ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും ഒരു കാര്യം മനസ്സിലാക്കുക, സൂക്ഷ്മതയുടെ പേരിലാണ് എങ്കിൽ, അതിന്റെ മുമ്പിൽ നിൽക്കുന്ന, നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് പറ്റിയ ചെറിയ ചെറിയ അബദ്ധങ്ങളുടെ പേരിലാണ് എങ്കിൽ, ഇതാ അസന്നിഗ്ധമായി അഖീദ പഠിപ്പിക്കേണ്ട സലഫികൾക്ക് അഖീദ പഠിപ്പിക്കേണ്ട, സലഫികളുടെ അഖീദ പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതൻ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ആ വാചകം തന്നെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, വയംതനിഉ അൻ ഖുബൂലി ഷഹാദത്തിൽ ഇബാദ് വഅഖദു ഇൽമിൽ ആലിം ലിമാ ഫീ സാഹിബിഹി മിൻ ബിദ്അത്തിൻ ഖഫിയ്യ. ഈ മുസ്ലിംകളായ ആളുകളുടെ സാക്ഷ്യം സ്വീകരിക്കുകയില്ല, അല്ലെങ്കിൽ ഇന്ന പണ്ഡിതനിൽ നിന്ന് ഞാൻ ഇൽമു സ്വീകരിക്കുകയില്ല, കാരണം അയാൾക്ക് ചെറിയ ന്യൂനതകളുണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് അബദ്ധമാകുന്നു, ജഹലാകുന്നു, വിവരക്കേടാകുന്നു എന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചത്. ഏതായിരുന്നാലും ഇത് സാന്ദർഭികമായി വിഷയത്തിൽ വന്നതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ നാം മനസ്സിലാക്കുക, വറഇന്റെ ഖവായിദുകളിൽ, നിയമങ്ങളിൽപ്പെട്ട അടിസ്ഥാനപരമായ ഒരു നിയമം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അത് അൽ വാജിബാത്തു വൽ മുസ്തഹിബാത്ത് ലാ യസ്ലുഹു ഫിഹാ സുഹുദുൻ വലാ വറഉൻ എന്നതാണ്. വാജിബാത്തുകൾ, മുസ്തഹിബാത്തുകൾ അഥവാ നിർബന്ധമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ചെയ്യൽ മുസ്തഹബായ സുന്നത്തായ കാര്യങ്ങൾ, ഈ കാര്യങ്ങളിൽ സുഹുദോ വിരക്തിയോ വറഅോ അതിസൂക്ഷ്മതയോ ഇല്ല, ശരിയാവുകയില്ല എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. വഅമ്മൽ മുഹറമാത്ത് വൽ മക്റൂഹാത്ത് ഫയസ്ലുഹു ഫിഹാ അസ്സുഹുദു വൽ വറഅ. വറഇന്റെ പേരിൽ, സൂക്ഷ്മതയുടെ പേരിൽ നിങ്ങൾ ഒഴിവാക്കേണ്ടത്, മാറി നിൽക്കേണ്ടത് മക്റൂഹാത്തുകളിൽ നിന്നും ഹറാമുകളിൽ നിന്നുമാണ്. അഥവാ വെറുക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നും നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്നുമാണ് സൂക്ഷ്മതയുടെ പേരിൽ അകന്നു നിൽക്കേണ്ടത്. വാജിബായ നിർബന്ധമായ കാര്യങ്ങളിൽ നിന്നല്ല എന്നതാണ് വറഉമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ കാര്യം. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം വിശദീകരിക്കുന്നു, അമ്മൽ വറഉ ഫഇന്നഹുൽ ഇംസാകു അമ്മാ യളുറു ഔ
ഔ ഖദ് യദുറു. വളരെ കൃത്യമാണ് ഇവിടെ വാചകം. വറഇന്റെ പേരിലാണ് ദഅവത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് എങ്കിൽ മനസ്സിലാക്കുക, അമ്മൽ വറഉ, എന്നാൽ വറഉ എന്ന് പറയുന്നത് നിർബന്ധമായി സമൂഹം ചെയ്യേണ്ട ഒരു കാര്യത്തിൽ നകന്നു നിൽക്കലല്ല, ചെയ്യൽ ഗുണകരമായ ഒരു വിഷയത്തിൽ നകന്നു നിൽക്കലല്ല, മറിച്ച് ഹറാമിൽ നിന്നും മക്രൂഹാത്തിൽ നിന്നും അകന്നു നിൽക്കലാണ് വറഉ എന്ന് വിശദീകരിച്ച് അദ്ദേഹം പറയുന്നു. വഅമ്മൽ വറഉ ഫഇന്നഹുൽ ഇംസാകു അമ്മാ യദുറു ഔ ഖദ് യദുറു. അറബി ഭാഷ പഠിച്ചവർക്ക് ഇതിന്റെ രണ്ടിന്റെയും തമ്മിലുള്ള വ്യത്യാസം അറിയാം. അദ്ദേഹം പറയുന്നു, വറഉ എന്ന് പറയുന്നത് അൽ ഇംസാകു അമ്മാ യദുറു ഔ ഖദ് യദുറു, അമ്മാ യദുറു ഔ ഖദ് യദുറു. ഭാഷ പഠിച്ചവർക്കറിയാം, മുളാരിയായ ഫെയിലിന്റെ കൂടെ ഖദ് എന്ന് ഉപയോഗിച്ചാൽ യുഫീദു ശക്ക, സംശയം ജനിപ്പിക്കുമെന്നാണ് അറബി ഭാഷയിലെ ഗ്രാമർ പഠിപ്പിക്കുന്ന തത്വം. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ വാചകം, വറഇന്റെ പേരിൽ മാറി നിൽക്കേണ്ടത്, പിടിച്ചു നിൽക്കേണ്ടത് അമ്മാ യദുറു, നിർബന്ധമായും തെറ്റാണ്, കുറ്റമാണ്, ഉപദ്രവമാണ് എന്ന് തോന്നുന്ന വിഷയത്തിൽ നിന്നും, ഔ ഖദ് യദുറു, അല്ലെങ്കിൽ ഉപദ്രവമായേക്കാം, തെറ്റായേക്കാം എന്ന് തോന്നുന്ന വിഷയത്തിൽ നിന്നുമാണ് എന്ന് വിശദീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, തെറ്റായേക്കാം എന്ന് തോന്നുന്ന വിഷയത്തെ എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്? അതുകൂടി അദ്ദേഹം പറയുന്നു. വഅമ്മൽ വറഉ അമ്മാ ലാ മളറത ഫീഹി, എന്നാൽ ഉപദ്രവമില്ലാത്ത വിഷയം, തെറ്റാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന വിഷയം, ആ വിഷയത്തിൽ നിന്നുള്ള വറഉ എന്ന് പറഞ്ഞാൽ ഔ ഫീഹി മളറത്തുൻ മർജൂഹത്തുൻ ലിമാ തഖ്തരിനു ബിഹി മിൻ ജൽബി മൻഫഅത്തിൻ റാജിഹ ഔ ദഫ്ഇ മളറത്തിൻ ഉഖ്റ, അല്ലെങ്കിൽ തെറ്റാകാൻ സാധ്യതയുണ്ട് എന്ന ഒരു കാര്യം, അല്ലെങ്കിൽ തെറ്റാണ് എന്ന് ഉറപ്പുള്ള കാര്യം, ഔ മളറത്തിൻ ഫീഹി മളറത്തുൻ, തെറ്റാണ്, കുറ്റമാണ്, അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് ഉറപ്പുള്ള കാര്യം, പക്ഷേ മർജൂഹത്തുൻ, എപ്പോൾ അത് പ്രബലമായി വരും, ആ തെറ്റ് നമുക്ക് പ്രബലമായി വരും എപ്പോൾ? ലിമാ തഖ്തരിനു ബിഹി മിൻ ജൽബി മൻഫഅത്തിൻ റാജിഹ ഔ ദഫ്ഇ മളറത്തിൻ ഉഖ്റ. ഒരു സമൂഹത്തിനോ ഇസ്ലാമിനോ ഉണ്ടാകുന്ന ഒരു തെറ്റിനെ, ഒരു ഉപദ്രവത്തെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ അതിനേക്കാൾ, ഈ തെറ്റിനേക്കാൾ മികച്ചു നിൽക്കുന്ന ഒരു ഗുണം നമുക്ക് കൊണ്ടുവരാൻ വളരെ കൃത്യമായി മനസ്സിലാക്കുക. തെറ്റാണ് എന്ന് ഉറപ്പാകുന്ന ഒരു കാര്യം, ആ വിഷയത്തിൽ പോലും വറഅ വേണ്ടത്, ആ വിഷയത്തെ നാം താരതമ്യം ചെയ്യണം. എങ്ങനെ താരതമ്യം ചെയ്യണം? മിൻ ജൽബി മൻഫഅത്തിൻ റാജിഹ, ഈ തെറ്റ് കൊണ്ട് ഇതിനേക്കാൾ ഗുണപ്രദമായ ഉന്നതമായ ഒരു കാര്യം ഉണ്ടാക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഔ ദഫ്ഉ മളറത്തിൻ ഉഖ്റ, അല്ലെങ്കിൽ വലിയ ഒരു തെറ്റ്, വലിയ ഒരു അബദ്ധം, വലിയ ഒരു തെറ്റ്, വലിയ ഒരു പ്രയാസം തടുക്കാൻ ഈ തെറ്റ് കൊണ്ട് സാധിക്കും എന്ന് വന്നാൽ അതിൽ നിന്ന് വറഇന്റെ പേരിൽ ഒഴിഞ്ഞു നിൽക്കുക എന്നത് ഫജഹ്ലുൻ വളുൽമുൻ, അത് ജഹിലാണ്, വിവരക്കേടാണ്, ളുൽമാണ്, അക്രമമാണ് എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, എന്തൊക്കെ ന്യൂനതകളും തെറ്റുകളും, എന്തൊക്കെ പോരായ്മകളും, എന്തൊക്കെ പാളിച്ചകളും ദഅവത്ത് നടത്തുന്ന, തൗഹീദ് പ്രബോധനം നടത്തുന്ന സലഫി സമൂഹത്തിന് ആർക്കൊക്കെ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിലും അത് തെറ്റുകളാണെന്ന് സംബന്ധിച്ചുകൊണ്ട് തന്നെ ആ തെറ്റുകൾ ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞതുപോലെ, ആ തെറ്റുകൾ ലിമാ തഖ്തരിനു ബിഹി മിൻ ജൽബി മൻഫഅത്തിൻ റാജിഹ ഔ ദഫ്ഇ മളറത്തിൻ ഉഖ്റ, ഒരു ഭീമമായ തെറ്റിനെ പ്രതിരോധിക്കാൻ ഈ ചെറിയ തെറ്റ് സഹായകമാകും, അതല്ലെങ്കിൽ ഒരു വലിയ ഉപകാരം സമൂഹത്തിന് വേണ്ടി കൊണ്ടുവരാൻ ഈ തെറ്റ് സഹായകമാകുമെന്നുണ്ടെങ്കിൽ ആ തെറ്റിൽ നിന്ന് വറഇന്റെ പേരിൽ ഒഴിഞ്ഞു നിൽക്കുന്നത് ഫജഹ്ലുൻ വളുൽമുൻ, അത് ജഹിലാണ്, ഉൽമാണ് എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നത്. ഇത് ഇൽമാണ്. ഈ വിഷയത്തെ ഇൽമിയായി സമീപിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ഈ കിതാബുകളും ഈ ഉദ്ധരണികളും വായിച്ചും പഠിച്ചും മനസ്സിലാക്കിയും ഈ വിഷയത്തെ ഇൽമിയായി സമീപിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ഇപ്രകാരം വിഷയത്തെ പഠിക്കുക, മനസ്സിലാക്കുക. നമുക്കിതിൽ വാശിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള നിർബന്ധ ബുദ്ധിയോ ഇല്ല എന്നുകൂടി അവസാനമായി പറയുകയാണ്. ഉണ്ടാകാം, ഞാൻ പറഞ്ഞുവല്ലോ, സംഘടന എന്നത് ഒരു മാധ്യമമാണ്, സംഘം എന്നത് ഒരു മാധ്യമമാണ്. ആ മാധ്യമത്തിന് തെറ്റുകൾ പറ്റാം, അതിൽ ഉപദ്രവങ്ങൾ ഉണ്ടാകാം, അതിൽ പിഴവുകൾ ഉണ്ടാകാം. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് ഉസൂല് മനസ്സിലാക്കുക, അടിസ്ഥാനപരമായ തത്വം മനസ്സിലാക്കുക. അതെന്താണ്?
ആ മാധ്യമത്തിന് തെറ്റുകളുണ്ടെങ്കിലും, ആ മാധ്യമങ്ങൾക്ക് തെറ്റുകൾ പറ്റാമെങ്കിലും, ആ സംവിധാനം സമൂഹത്തിന് അതിനേക്കാൾ ഈ പറ്റിയ തെറ്റിനേക്കാൾ നല്ലതായ ഒരു ഗുണം സമൂഹത്തിനുണ്ടാക്കാൻ പറ്റിയതാണ് എങ്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ വരാവുന്ന ഉപദ്രവങ്ങളെ പ്രതിരോധിക്കാൻ ഈ സംവിധാനത്തിന് സാധ്യമാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് ജഹലുൻ വളുൽമുൻ, അക്രമമാണ്, അതുപോലെ തന്നെ വിവരക്കേടാണ് എന്നതാണ് ഇസ്ലാമികമായി പണ്ഡിതന്മാർ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള സമീപനം. ഇത് നാം വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഞാൻ ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സംഗതി യഥാർത്ഥത്തിൽ നാം ഒരു വിഷയമെന്ന നിലക്ക് പറഞ്ഞതല്ല. തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുന്നവർ, എനിക്കറിയില്ല എന്തിന്റെ പേരിലാണ്, ഇൽമിയായി ഈ വിഷയത്തെ മനസ്സിലാക്കി പഠിച്ച് അത് ഉൾക്കൊണ്ട് അതിനെ പ്രബോധനം ചെയ്തും പ്രചരിപ്പിച്ചും ആ രൂപത്തിൽ അതിനെ കാണാനും തയ്യാറാകുമോ ഇല്ലയോ എന്നതാണ് സങ്കടകരമായ വിഷയം. നിലവിലുള്ള ദഅവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമൂഹത്തെയും ആളുകളെയും ഒക്കെ തെറ്റിദ്ധാരണ സൃഷ്ടിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ആ സമൂഹത്തിൽ വിള്ളലുണ്ടാക്കുകയും പ്രവർത്തനങ്ങൾ നിർവീര്യമാക്കുകയും ചെയ്യുക എന്ന, ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ വലിയ അമലുസ്സാലിഹാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കുക. ഈ പറയുന്നത് ഇൽമാണ്, വിജ്ഞാനമാണ്. ഇതിന് തിരിച്ചു പറയേണ്ടത് ഇൽമാണ്, വാചകമല്ല, തോന്നിയാസമല്ല. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കുക, പണ്ഡിതന്മാർ ഈ വറഇനെ മൂന്നായി വിഭജിച്ചു. അതിലൊന്ന് വാജിബായ വറഅാണ്. വാജിബുൻ വഹുവൽ ഇഹ്ജാമു അനിൽ മുഹറമാത്ത്, മുഹറമാത്തുകളിൽ നിന്ന് സമ്പൂർണമായി അകന്നു നിൽക്കുക എന്നതാണ് ഒന്നാമത്തെ വറഅ്. അത് എല്ലാ മനുഷ്യരും ചെയ്യേണ്ട വറഅ് ആണ്, സൂക്ഷ്മതയാണ്. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് അൽ വുഖൂഫു അനിൽ ശുബ്ഹാത്ത് വയഫ്അലുഹു അദദു അഖല്ലു മിനൻ നാസ്. രണ്ടാമത്തേത് ശുബ്ഹാത്തുകളിൽ നിന്നുള്ള വറഅ് ആണ്. ശുബ്ഹാത്ത് എന്താണ് എന്ന് ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അവ്യക്തമായ കാര്യങ്ങളിൽ നിന്നുള്ള സൂക്ഷ്മത, അതാണ് രണ്ടാമത്തേത്. അവ്യക്തമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ് ഹലാലുകൾ, വളരെ കൃത്യമാണ് ഹറാമുകൾ, അതിനിടയിലുള്ള അവ്യക്തതകൾ, അതിൽ നിന്നുള്ള സൂക്ഷ്മത. വളരെ കുറച്ചാളുകൾ മാത്രമേ ആ വറഅ് യഥാർത്ഥത്തിൽ ചെയ്യുന്നുള്ളൂ. മൂന്നാമത്തെ വറഅ് അൽ കഫു അൻ കസീരിൻ മിനൽ മുബാഹാത്ത് വൽ ഇഖ്തിസാറു അലാ അഖല്ലി ദറൂറാത്ത്. അൽ കഫു അൻ കസീരിൻ മിനൽ മുബാഹാത്ത്, അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. വൽ ഇഖ്തിസാറു അലാ അഖല്ലി ദറൂറാത്ത്, വളരെ അത്യാവശ്യമായ, വളരെ അനുവദിക്കപ്പെട്ട വളരെ അത്യാവശ്യമായ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുക. അനുവദിക്കപ്പെട്ടതാണ്, പക്ഷെ അതിൽ അത്യാവശ്യമായത് മാത്രം സ്വീകരിക്കുക. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കുക. ഇതിനെക്കുറിച്ച് വദാലിക ലിന്നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, ഈ വറഅ് എന്ന സ്വഭാവം ഉണ്ടാവുക. അഥവാ അനുവദിക്കപ്പെട്ടതാണ്, അതിൽ നിന്ന് ഭൂരിഭാഗവും ഒഴിവാക്കുക. അനുവദിക്കപ്പെട്ടതിൽ എനിക്ക് അത്യന്താപേക്ഷിതമായത് മാത്രം സ്വീകരിക്കുക ചെയ്യുക. ഇത് അമ്പിയാക്കന്മാരുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാകളുടെയും സാലിഹീങ്ങളുടെയും വറഅാണ്. ഈ മൂന്ന് രൂപത്തിലാണ് വറഇനെ നാം മനസ്സിലാക്കേണ്ടത്. മുബാഹാത്തുകളിൽ നിന്നുള്ള വറഅ് എന്ന് പറഞ്ഞാൽ, അനുവദിക്കപ്പെട്ട, അവസാനം പറഞ്ഞ അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നുള്ള വറഅ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നാം ഒന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും ആഖിറത്തിലെ ജീവിതത്തിൽ നിന്നും ആഖിറത്തിന്റെ ഗുണത്തിന് വേണ്ടിയുള്ള ജീവിതത്തിൽ നിന്നും നമ്മെ തടയുന്ന പ്രവർത്തനങ്ങൾ, അത് സുന്നത്തിന് അനുയോജ്യമായി വരുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതാണ് മുബാഹാത്തുകളിൽ നിന്നുള്ള വറഅ് എന്ന് പറഞ്ഞാൽ. അനുവദിക്കപ്പെട്ട ഒരു കാര്യം, ആ കാര്യം എന്റെ ഞാൻ ചെയ്താൽ എന്റെ പരലോക ജീവിതത്തിന് നഷ്ടമുണ്ടാക്കുമെന്ന് വന്നാൽ അത് സുന്നത്തിനോട് അനുയോജ്യമായി വരുന്നതാണെങ്കിൽ ചെയ്യേണ്ടതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പണ്ഡിതന്മാർ പറഞ്ഞ ഉദാഹരണം, വിവാഹം ചെയ്യുക എന്നത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഒരാൾ പറയുന്നു, ഞാൻ വിവാഹം ചെയ്യുകയില്ല, കാരണം വിവാഹം ചെയ്താൽ ഭാര്യമാരുമായി ബന്ധപ്പെടണം, മക്കളുണ്ടാകും, ദുനിയാവുമായി ശുഗലാകേണ്ടി വരും, വ്യാപൃതനാകേണ്ടി വരും, അപ്പൊ അതെന്റെ ഇബാദത്തിന് തടസ്സമാകും, അതുകൊണ്ട് ഞാൻ വിവാഹം ചെയ്യുന്നില്ല, അതിസൂക്ഷ്മതയുടെ പേരിൽ ഞാൻ വിവാഹം ചെയ്യാതിരിക്കുകയാണ് എന്ന് പറയുന്ന, അത് മുബാഹായ കാര്യമാണ് എന്ന് പറയുന്ന വറഅ് ഇസ്ലാമിലില്ല. അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നിന്നുള്ള വറഅ്, ഒരാൾ പറയുന്നു ഞാൻ ഭക്ഷണം കഴിക്കൂല,
കാരണം ഭക്ഷണം കഴിച്ചാൽ പലതരത്തിലുള്ള എനിക്ക് ആരോഗ്യം കൂടും, ആരോഗ്യം കൂടിയാൽ എനിക്ക് പല ചിന്തകളും വരും, അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കൂല, പട്ടിണി കിടക്കുകയാണ്. ആ ചിന്തകളൊക്കെ എന്നെ ദീനിൽ നിന്നും അള്ളാഹുവിൽ നിന്നൊക്കെ അകറ്റും, അങ്ങനെ ചെയ്യുകയില്ല എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിച്ച മുബാഹകളിൽ നിന്നുള്ള അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നുള്ള വറ അല്ല. അതെന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ വറ എന്നതുകൊണ്ട് വളരെ കൃത്യമായി നാം മനസ്സിലാക്കുക, ഹറാമായ കാര്യങ്ങളിൽ നിന്നുള്ള ഹറാമായ കാര്യങ്ങൾ വ്യക്തമാണ്, ഹലാലായ കാര്യങ്ങളും വ്യക്തമാണ്. അതിന്റെ ഇടയിലുള്ള ശുബ്ഹത്തുള്ള കാര്യങ്ങൾ, ആ ശുബ്ഹത്തുള്ള കാര്യങ്ങൾ തന്നെ അത് ഹറാമിലേക്ക് എത്തിപ്പെടും എന്ന് പരിപൂർണമായി ഉറപ്പുള്ള കാര്യങ്ങൾ പരിപൂർണമായി സൂക്ഷ്മതയുടെ അടിസ്ഥാനത്തിൽ നാം ഒഴിവാക്കേണ്ടതാണ്. ചുരുക്കത്തിൽ വറ എന്നതിന്റെ അവസാനത്തെ വാചകം, അതിന്റെ അവസാനത്തെ രൂപം, അതിന്റെ ഏറ്റവും ഉത്തമമായ രൂപം അൽ വറഉ അൻ കുല്ലി മാ ലൈസ ലില്ലാഹി തആല, അള്ളാഹുവിന് വേണ്ടിയല്ല എന്ന് തോന്നുന്ന എല്ലാ കാര്യത്തിൽ നിന്നും സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു നിൽക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ വറഅ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് തിരിച്ചും പറ്റും. മുബാഹായ ഒരു കാര്യത്തെ സ്വാലിഹായ നിയ്യത്തോടു കൂടി ചെയ്താൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലു സാലിഹാത്തുകളാക്കി മാറ്റാൻ പറ്റും. ഏതുപോലെ മുബാഹായ കാര്യം ഹറാമിലേക്ക് എത്തുമോ എന്ന ഭയത്താൽ നാം ഉപേക്ഷിച്ചാൽ വറഇന്റെ പേരിൽ നമുക്ക് പ്രതിഫലം കിട്ടുന്നത് പോലെ തന്നെ. ഉദാഹരണമാണ്, ഒരാൾ രാത്രി കിടന്നുറങ്ങി ഖിയാമുൽ ലൈൽ എഴുന്നേൽക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി, എന്ന നിയ്യത്തോടു കൂടി, എനിക്ക് ഖിയാമുൽ ലൈൽ ഏറ്റവും പ്രിയപ്പെട്ടതാണ്, അത് നമസ്കരിക്കാൻ വേണ്ടി ഞാൻ രാത്രി വളരെ നേരത്തെ കിടന്നുറങ്ങുന്നു, ആ ഉദ്ദേശത്തോടു കൂടി ഒരാൾ കിടന്നുറങ്ങിയാൽ, അല്ലെങ്കിൽ ഒരാൾ വിവാഹം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള നിയ്യത്ത് തന്റെ സദാചാരം കാത്തു സൂക്ഷിക്കണം, തനിക്ക് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണം, മക്കളുണ്ടാകും, മക്കൾക്ക് ചെലവിന് കൊടുക്കണം, മുസ്ലിം എന്റെ ജീവിതത്തിലൂടെ, ഞാനും ഭാര്യയുമായുള്ള ജീവിതത്തിലൂടെ മുസ്ലിം സമൂഹത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കണം. ഈ നിയ്യത്തോടുകൂടി ഒരാൾ വിവാഹം ചെയ്താൽ, മുബാഹായ ഒരു കാര്യം ഒരാൾ ചെയ്താൽ, അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുസ്സാലിഹാത്തായി തൻഖലിബു മുബാഹാത്തുഹു ഇലാ ത്വാഅത്ത്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ത്വാഅത്തായി അമലുസ്സാലിഹാത്തായി മാറ്റാൻ സാധിക്കും എന്ന കാര്യം കൂടി നാം മനസ്സിലാക്കുക. ഈ വറഅ് കൊണ്ട്, ഈ രൂപത്തിലുള്ള രണ്ട് രീതിയിലുമുള്ള വറഅ് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ, സഹോദരന്മാരെ, സൂറത്തുൻ നബയിന്റെ അവസാന ഭാഗത്ത് ഞാൻ ഓതി വെച്ച ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകുമല്ലോ. അതാണ് ഇവിടെ ലഭിക്കുന്ന ഏറ്റവും ഉന്നതമായ ഇതിന്റെ ഗുണം. അതെന്താണെന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സിറാത്തിലൂടെ അതിവേഗതയിൽ ഓടാൻ സാധിക്കും എന്നതാണ് വറഇന്റെ ഏറ്റവും ഉന്നതമായ ഗുണം. ആ സിറാത്താണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. ആ സിറാത്തിലൂടെ കടന്ന് ജന്നത്തിലെത്താൻ സാധിക്കുമോ എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഒരു മുസ്ലിമായ മനുഷ്യന്റെ മനസ്സിനെ വേദനിപ്പിക്കേണ്ട, പ്രയാസപ്പെടുത്തേണ്ട ഏറ്റവും വലിയ വിഷയം അതായിരിക്കണം. ഇവിടെ നാം മനസ്സിലാക്കുക, ഈ വറഅ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം അതാണ്. വലിയ ഭാരമില്ലാതെ, മുതുകിൽ വലിയ ഭാരമില്ലാതെ, കനമില്ലാതെ പടച്ച റബ്ബിനെ സമീപിക്കാൻ സാധിക്കുകയും അള്ളാഹുവിന്റെ സിറാത്തിലൂടെ അതിവേഗതയിൽ സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യുക എന്നതാണ് ഈ വറഇന്റെ ഏറ്റവും ഉന്നതമായ, ഏറ്റവും ശ്രദ്ധേയമായ ഗുണം എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നമ്മുടെ ഗ്രേഡ് നിശ്ചയിക്കുന്നത്, സ്വർഗത്തിൽ നമ്മുടെ ഗ്രേഡ് നിശ്ചയിക്കുന്നത് ഈ വറഇന്റെ ഗ്രേഡ് അനുസരിച്ചായിരിക്കും എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ വറഅ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് ഖബായിഹകളിൽ നിന്ന്, ചീത്ത കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ സാധിക്കും എന്നതാണ്. വറഅ് അതിസൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ചീത്തയായ എല്ലാ കാര്യങ്ങളിലും നമുക്ക് അകന്നു നിൽക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സിദ്ഖുൻ നഫ്സ്, നമ്മുടെ മനസ്സ് പരിപൂർണമായി സത്യസന്ധമായിരിക്കും. മനസ്സിലൊന്നും പുറത്തൊന്നും മനസ്സിലൊന്നും ആ അവസ്ഥയല്ല. സിദ്ഖുൻ നഫ്സ് ലഭിക്കും, മനസ്സ് പരിപൂർണമായി സത്യസന്ധമായിരിക്കും. അതുപോലെ തന്നെ തൗഫീറുൽ ഹസനാത്ത്, ധാരാളമായി നന്മകൾ നമുക്ക് വാരിക്കൂട്ടാനും ഒരുമിച്ച് കൂട്ടാനും സാധിക്കും. അതുപോലെ സിയാനത്തുൽ ഈമാൻ, ഈമാനിനെ സ്വാംശീകരിക്കാനും ശുദ്ധീകരിക്കാനും സാധിക്കും. അള്ളാഹുവിന്റെ ഹുദൂദുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ സാധിക്കും. ഇതൊക്കെയാണ്
ഈ വറഅ് കൊണ്ട് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് അള്ളാഹു പഠിപ്പിച്ചത്. ഹുദൂദുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ തിൽക ഹുദൂദുല്ലാഹി ഫലാ തഖ്റബൂഹാ തിൽക ഹുദൂദുല്ലാഹി ഫലാ തഅതദൂഹാ. രണ്ട് വാചകങ്ങൾ അള്ളാഹു പറഞ്ഞു. ഇസ്ലാമിക ശരീഅത്തിനെ കുറിച്ച്, മനുഷ്യൻ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞു തിൽക ഹുദൂദുല്ലാഹി ഫലാ തഖ്റബൂഹാ. ഒരു സ്ഥലത്ത് പറഞ്ഞു ഈ വിവരിച്ചതാണ് അള്ളാഹുവിന്റെ ഹുദൂദുകൾ, അതിരുകൾ. ആ അതിരുകളെ നിങ്ങൾ സമീപിക്കരുത്. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു തിൽക ഹുദൂദുല്ലാഹി ഫലാ തഅതദൂഹാ. ഇതാണ് അള്ളാഹുവിന്റെ അതിരുകൾ, ആ അതിരുകളെ നിങ്ങൾ ലംഘിക്കരുത് എന്ന് പറഞ്ഞു. എന്താണ് ഹുദൂദ്? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, വൽ ഹുദൂദു യുറാദു ബിഹാ അവാഖിറുൽ ഹലാൽ. വൽ ഹുദൂദു യുറാദു ബിഹാ അവാഖിറുൽ ഹലാൽ ഹൈസു നഹാ അനിൽ ഖുർബാൻ. സമീപിക്കരുത് എന്ന് പറഞ്ഞ് നിരോധിച്ച ഹുദൂദുകൾ, അതിരുകൾ ഏതാണെന്നോ അവാഖിറുൽ ഹലാൽ, ഹലാലായ കാര്യങ്ങളുടെ അവസാന ഭാഗമാണ്. ഹലാലാണ്, പക്ഷെ അതിന്റെ അവസാനം വരെ നമ്മൾ പോയിക്കൂടാ, അവസാനത്തെ അറ്റത്ത് വരെ നമ്മൾ പോയിക്കൂടാ. അതുപോലെ തന്നെ ഇവിടെ ഫലാ തഅതദൂഹാ, അതിര് കടക്കരുത് എന്ന് പറഞ്ഞത് ഏതാണെന്നോ ഫലാ തഅതദൂ മാ അബാഹല്ലാഹു ലക്കും വലാ തഖ്റബൂ മാ ഹറമല്ലാഹു അലൈക്കും എന്നാണ്. അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചതിനെ നിങ്ങൾ അതിര് കടക്കരുത്, അതിനപ്പുറത്തേക്ക് പോകരുത്. ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട വറഅ്. ഇത് എല്ലാ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഇത് വേണം. എല്ലാ അവസ്ഥയിലും നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ വറഇൽ നിന്ന് നമ്മളെ തടയുന്ന നോട്ടമായാലും കേൾവിയായാലും വാസനയായാലും നാവ് കൊണ്ടുള്ള പ്രവർത്തനമായാലും വയറുകൊണ്ടുള്ളതായാലും കാലുകൊണ്ടുള്ളതായാലും കൈകൊണ്ടുള്ളതായാലും ലൈംഗികാവയവങ്ങളെ കൊണ്ടുള്ളതായിരുന്നാലും ഏതായിരുന്നാലും ശരി, അതിൽ നിന്ന് നമുക്ക് മാറാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച ഒരു കാര്യം ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്നു, ഇമാം അൽബാനി സഹീഹാണെന്ന് രേഖപ്പെടുത്തിയ ഒരു വിഷയം, അൽ ഇസ്മു മാ ഹാക ഫീ സദരിക വഇൻ അഫ്താക അൻഹു നാസ് എന്നതാണ്. നമ്മൾ വളരെ ഗൗരവത്തോട് കൂടി കാണേണ്ട ഒരു വിഷയം. പലപ്പോഴും ഈ പരസ്പര വ്യക്തതയില്ലാത്ത വിഷയത്തിൽ നാം മുട്ടി നിൽക്കുമ്പോൾ നമുക്ക് പറ്റാറുള്ള ഒരു അബദ്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, തിന്മ, തെറ്റ് എന്ന് പറഞ്ഞാൽ മാ ഹാക ഫീ സദരിക, നിന്റെ മനസ്സിന് ചൊറിച്ചിലുണ്ടാക്കുന്ന വിഷയമാണ്. വഇൻ അഫ്താക അൻഹു നാസ്, ജനങ്ങൾ അത് അനുവദനീയമാണ് എന്ന് എനിക്ക് ഫത്വ തന്നാൽ പോലും, ആൾക്കാർ ഫത്വ തന്നു, പക്ഷെ എനിക്ക് സ്വയം തോന്നുകയാണെന്ത്, ഞാനത് ചെയ്തുകൂടാ, കാരണം അതിലൊരുപാട് അബദ്ധങ്ങളുണ്ട്. വഇൻ അഫ്താക അൻഹു നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമാണ്. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്നു, അൽബാനി സഹീഹാണെന്ന് പറഞ്ഞ ഹദീസ്. നമ്മൾ മനസ്സിലാക്കണം, ചിലപ്പോൾ അനുവദനീയമാണെന്ന് ഫത്വ ലഭിച്ച കാര്യങ്ങൾ പോലും മനസ്സിന് ചൊറിച്ചിലുണ്ടെങ്കിൽ വറഇന്റെ പേരിൽ ഉപേക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാചകത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഗൗരവമുള്ള ഒരു വിഷയമാണ് നബി തിരുമേനി പറഞ്ഞത്. ഇത്തരം കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ, നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാകാൻ വേണ്ടി തിരുമേനി പഠിപ്പിച്ചു, ഇന്നക ലൻ തദഅ ശൈഅൻ ലില്ലാഹി അസ്സ വജൽ ഇല്ലാ ബദ്ദലക അല്ലാഹു ബിഹി മാ ഹുവ ഖൈറുൻ ലക മിൻ. നീ അല്ലാഹുവിന് വേണ്ടി ഒരു കാര്യം ഉപേക്ഷിച്ചാൽ, ഇല്ലാ ബദ്ദലക അല്ലാഹു ബിഹി മാ ഹുവ ഖൈറുൻ ലക മിൻ, അള്ളാഹുവിന് വേണ്ടിയാണ്, സൂക്ഷ്മതയുടെ പേരിലാണ് നിനക്ക് അനുവദിച്ച കാര്യം നീ ഉപേക്ഷിച്ചത് എങ്കിൽ അതിനേക്കാൾ എത്രയോ ഉത്തമമായത് പകരമായി അള്ളാഹു നിനക്ക് നൽകും എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. സഹീഹായ ഹദീസിലൂടെ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന, നമ്മളൊക്കെ പലപ്പോഴും കേട്ട ഒരു ഹദീസ്, ആ ഹദീസ് കൂടി നമ്മൾ കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ. ഹലാല് വളരെ വ്യക്തമാണ്, ഹറാമും വളരെ വ്യക്തമാണ്. ഹലാല് വളരെ വ്യക്തമാണ്, ഹറാമും വളരെ വ്യക്തമാണ്. വബൈനഹുമാ ഉമൂറുൻ മുഷ്തബിഹാത്ത്. ഈ ഹലാലിന്റെയും ഹറാമിന്റെയും ഇടയിൽ ചില മുഷ്തബിഹാത്തുകളുണ്ട്. എന്താണ് മുഷ്തബിഹാത്ത് എന്ന് പറഞ്ഞാൽ? മുഷ്തബിഹാത്ത് എന്ന് പറഞ്ഞാൽ ഹലാലാണോ എന്ന് വ്യക്തമല്ല, ഹറാമാണോ എന്ന് വ്യക്തമല്ല. തിരുമേനിയുടെ അടുത്ത വാചകം, ലാ യഅലമുഹാ കസീറുൻ മിനന്നാസ്. ജനങ്ങളിൽ നിന്ന് ഭൂരിഭാഗം ആളുകൾക്കും അതറിയൂല, ഈ മുഷ്തബിഹാത്തിനെ കുറിച്ച് അറിയില്ല. വേറൊരു റിവായത്തിൽ ഇതിന്റെ ആശയം ഒന്നുകൂടി വിശദീകരിക്കുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വബൈനഹുമാ മുശബ്ബിഹാത്ത്. പരസ്പര സാദൃശ്യം. ചില കണ്ണുകൊണ്ട് നോക്കിയാൽ തോന്നും, ചില സമയത്ത് നോക്കിയാൽ തോന്നും അത് ഹലാലാണ്, ചില സമയത്ത് നോക്കിയാൽ തോന്നും അത് ഹറാമാണ്. അതാണ് മുശബ്ബിഹാത്ത്. ലാ യഅലമുഹാ കസീറുൻ മിനന്നാസ്.
എന്നിട്ട് തിരുമേനി പറയുന്നു, ഫമനിത്തഖൽ മുശബ്ബിഹാത്ത് ഇസ്തബ്റഅ ലിദീനിഹി വഇർളിഹി വമൻ വഖഅ ഫിശ്ശുബ്ഹാത്ത് കറാഇൻ യർആ ഹൗലൽ ഹിമാ യൂഷികു അൻ യുവാഖിഅഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണ സഹിതം പഠിപ്പിക്കുന്നു, ഈ മുഷ്തബിഹാത്തുകളെ അല്ലെങ്കിൽ മുശബ്ബിഹാത്തുകളെ ഒഴിവാക്കിയാൽ കിട്ടുന്നത് അവൻ രക്ഷപ്പെട്ടു, അവന്റെ ദീൻ രക്ഷപ്പെട്ടു, അവന്റെ അഭിമാനം രക്ഷപ്പെട്ടു. അവൻ മുഷ്തബിഹാത്തുകളിൽ നിന്ന് അവന് തന്നെ രക്ഷിക്കാൻ സാധിച്ചാൽ അവൻ രക്ഷപ്പെട്ടു എന്നുറപ്പാണ്. എന്നാൽ മുഷ്തബിഹാത്തുകളിൽ പെട്ടുപോയാൽ, ഹറാമാണ് ഹലാലാണോ എന്ന് കൃത്യമല്ലാത്ത വ്യക്തമല്ലാത്ത കാര്യത്തിൽ പെട്ടുപോയാൽ അവനേതുപോലെയാണെന്നോ, വേലിയുടെ അതിർത്തിയിൽ മൃഗങ്ങളെ നോക്കുന്ന, ആടിനെ മേക്കുന്ന ഒരു ആട്ടിടയനെ പോലെയാണ് അവന്റെ അവസ്ഥ. ഒരു വേലുണ്ട്, വേലിന്റെ അപ്പുറത്ത് നല്ല വളയാണ്, ഇപ്പുറത്ത് പുല്ലാണ്, ആടിനെ മേക്കുകയാണ് ഒരു ആട്ടിടയൻ. എന്താണ് അതിന്റെ അവസ്ഥ? യൂഷികു അൻ യുവാഖിഅഹു. ഇവന്റെ കണ്ണ് തെറ്റിയാൽ ഈ വേലിയുടെ സമീപത്തുള്ള ആട് അപ്പുറത്തുള്ള വിള പറിക്കാൻ സാധ്യതയുണ്ട്, കടിക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് ഹറാം മുഷ്തബിഹാത്തുകളെ സമീപിക്കുന്ന, മുഷ്തബിഹാത്തുകൾക്ക് സമീപം നിൽക്കുന്ന ആളുകളുടെ അവസ്ഥ. എന്നിട്ട് തിരുമേനി പറഞ്ഞു, അലാ വ ഇന്ന ലികുല്ലി മലികിൻ ഹിമാ അലാ ഇന്ന ഹിമല്ലാഹി ഫീ അർദിഹി മഹാരിമു. എല്ലാ രാജാവിനും എല്ലാ ഉടമസ്ഥനും ഇവിടെ ഹിമയുണ്ട്. അഥവാ ഓരോരുത്തർക്കും അവരവരുടെ വളച്ചു കെട്ടിയ പ്രദേശമുണ്ട്, അവരുടെ സുരക്ഷിതമായ സംരക്ഷിത പ്രദേശമുണ്ട്. അള്ളാഹുവിനുമുണ്ട് ഹിമ. അള്ളാഹുവിന്റെ ഹിമ ഏതാണെന്നോ അത് മഹാരിമുകളാണ്, അഥവാ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളാണ്. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളുടെ അടുത്ത് പോയി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ ആടിനെ നാം മേക്കാൻ പാടില്ല, നമ്മൾ അവിടെ ചെന്ന് നിൽക്കാൻ പാടില്ല എന്നർത്ഥം. എന്നിട്ട് തിരുമേനി പറഞ്ഞു, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ. നമ്മൾ സാധാരണ ഹദീസിന്റെ അവസാന ഭാഗം കേൾക്കാറുണ്ട്, ഇതിന്റെ അവസാനമാണ് തിരുമേനി അത് പറഞ്ഞു തന്നത്. മനസ്സിലാക്കിക്കൊള്ളുക, ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്, അത് നന്നായാൽ സലഹൽ ജസദു കുല്ലുഹു, ശരീരം മുഴുവൻ നന്നാകും. വഇദാ ഫസദ ഫസദൽ ജസദു കുല്ലുഹു വഇദാ ഫസദ ഫസദൽ ഖൽബു കുല്ലുഹു. അത് കേടുവന്നാൽ മുഴുവൻ കേടുവരും. ഫസദൽ ജസദു കുല്ലുഹു, ശരീരം മുഴുവൻ കേടുവരും. അലാ വഹിയൽ ഖൽബ്, അതാണ് ഖൽബ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. ഇവിടെ നാം ഈ കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കുക. നമുക്ക് ഏത് വിഷയത്തിലാണ് നമുക്ക് വറഅ് വേണ്ടത് എന്ന് നാം മനസ്സിലാക്കണം. പലപ്പോഴും നാം സംശയിച്ചു നിൽക്കുന്ന വിഷയങ്ങളാണ് ഇത്. ഒരുപാട് സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലൂടെ, സഹാബികളുടെ ചരിത്രത്തിലൂടെ പോയാൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു സഹീഹായ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നു. സഹീഹായ ഹദീസിൽ രണ്ടാളുകളുടെ കഥ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമുദായത്തിൽ രണ്ടാളുകളുടെ കഥ. ഒരാളിൽ നിന്ന് ഭൂമി വാങ്ങി. فوجد الرجل الذي اشترى العقار في عقاره جرة فيها ذهب. ഭൂമി വാങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ വാങ്ങിയ ഭൂമിയിൽ ഒരു വലിയ സ്വർണത്തിന്റെ കിഴി. അപ്പൊ ഈ വാങ്ങിയ ആള് വിറ്റാളെടുത്ത് ചെന്നു. ഫഖാല ലഹു الذي اشترى العقار, അവനോട് ചെന്ന് പറഞ്ഞു, ഖുദ് ദഹബക് ഖുദ് ദഹബക മിന്നി ഇന്നി ഇഷ്തറൈതു മിൻകൽ അർദ് വലം അബ്തഇ മിൻക ദഹബ്. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു സ്വർണത്തിന്റെ കിഴി കണ്ടു. നിന്റെ സ്വർണത്തിന്റെ കിഴി നീ കൊണ്ടുപോകണം, ഞാൻ നിന്നോട് ഭൂമിയെ വാങ്ങിയിട്ടുള്ളൂ, സ്വർണം വാങ്ങിയിട്ടില്ല. വാങ്ങിയോൻ പറയാണ് വിറ്റോനോട്, ഞാൻ നിന്നോട് ഭൂമിയെ വാങ്ങിയിട്ടുള്ളൂ, സ്വർണം വാങ്ങിയിട്ടില്ല, നിന്റെ സ്വർണ്ണക്കിഴി നീ എടുത്തു കൊണ്ടുപോകണം. വഖാല അല്ലദീ ലഹുൽ അർദ്, അപ്പോ ഭൂമിയുടെ ഉടമസ്ഥൻ പറയാണ്, ഇന്നമാ ബിഅതുകൽ അർദു ബിമാ ഫിഹാ. ഭൂമി വിറ്റോൻ പറയാണ്, ഞാൻ ഭൂമിയും അതിലുള്ളതുമാണ് നിനക്ക് വിറ്റ്. ഭൂമിയും അതിലുള്ള എല്ലാ സാധനവും അടക്കാൻ വിറ്റ, അതിലുള്ള പ്ലാവോ അതിലുള്ള തെങ്ങോ വെട്ടാൻ ഞാൻ ഏറ്റിട്ടില്ല, അടക്കമാണ് വിറ്റത്. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, വറഇന്റെ ഏറ്റവും ഉന്നതമായ രൂപം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫതഹകമാ ഇലാ റജുലിൻ ആഖിലിൻ. ജീവിച്ചിരിപ്പുള്ള ഒരു നല്ല ബുദ്ധിയുള്ള മനുഷ്യന്റെ അടുത്തേക്ക് അവർ വിധി തേടിപ്പോയി, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന്. അദ്ദേഹം വിധി നടത്തിയത് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നു. അദ്ദേഹം ചോദിച്ചു, അലക്കുമാ വലതുൻ, നിങ്ങൾക്ക് രണ്ടുപേർക്കും കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞതേ കുട്ടികളുണ്ട്. മറ്റേ ആളോട് ചോദിച്ചു, നിനക്ക് പെൺകുട്ടിയുണ്ടോ? അതെ പെൺകുട്ടിയുണ്ട്. ഒരാളോട് ആൺകുട്ടിയുണ്ടോ എന്ന് ചോദിച്ചു, മറ്റേ ആൾ പെൺകുട്ടി ഉണ്ട്. ശരി. അദ്ദേഹം പറഞ്ഞു, അൻകിഹുൽ ഗുലാമൽ ജാരിയ, നിന്റെ ആൺകുട്ടിനെ ആ പെൺകുട്ടിക്ക് വിവാഹം ചെയ്തു കൊടുക്ക്. എന്നിട്ട് വൻഫിഖു അലാ അൻഫുസിഹിമാ മിൻഹു വതസദ്ദഖ,
ആ സ്വർണത്തിന്റെ കിഴിയെടുത്തിട്ട് അവർക്ക് വേണ്ടി ചെലവഴിച്ചോ, അത് അവർക്ക് വേണ്ടി ആകട്ടെ. അപ്പൊ എന്തായി? 2 കൂട്ടർക്കുമായി. വറഇന്റെ സൂക്ഷ്മമായ രൂപം ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. ഒരുപാട് സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധിക്കും. നമ്മൾ വളരെ കണിശതയോടുകൂടിയാണ് ജീവിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇത് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഹസൻ ബിൻ അലിയെ കാണുന്നു. ഹസൻ ബിൻ അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രനാണ്. മുട്ടുകുത്തി ഇങ്ങനെ ഓടി നടക്കുകയാണ്. കുട്ടിയുടെ കയ്യിൽ ഒരു ചെറിയ കാരക്കന്റെ കഷ്ണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോൾ കാണുന്നത് മുട്ടുത്തി കളിച്ച് നടക്കുന്ന ഹസൻ ബിൻ അലിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ വിളിച്ചു, കഹ് കഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് ആ കുട്ടി ഈ ഒച്ച കേട്ടിട്ട് ആ കാരക്ക തിന്നാതെ പുറത്തേക്ക് എറിയണം എന്നാണ്. എന്നിട്ട് തിരുമേനി ഈ ചെറിയ കുട്ടിയോട് ചോദിക്കുന്നത് പോലെ നമുക്ക് പറഞ്ഞു തരികയാണ്, സദഖ. എടാ കുഞ്ഞുമോനെ, നിനക്കറിയില്ലേ നമുക്ക് സദഖ തിന്നാൻ പറ്റൂല? സക്കാത്തിന്റെ മുതലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് തിന്നാൻ പറ്റൂല എന്ന് നിനക്കറിയില്ലേ? നോക്കി സഹോദരന്മാരെ, ഒരു മുട്ടുകുത്തി നടക്കുന്ന കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സൂക്ഷ്മതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതിൽ പോലും അത് ചെറിയ കുട്ടിയല്ലേ എന്നാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത്, അല്ലേ? പല വിഷയങ്ങളിലും, സ്വർണത്തിന്റെ വിഷയത്തിലായാലും വെള്ളിയുടെ വിഷയത്തിലായാലും എന്തിന്റെ വിഷയത്തിലായാലും നമ്മൾ പറഞ്ഞ ചെറിയ കുട്ടിയല്ലേ, സാരല്ല എന്നാണ്. ആണോ? അല്ല. നമുക്കുണ്ടാകേണ്ട സൂക്ഷ്മത യഥാർത്ഥത്തിൽ ഇതായിരിക്കണം എന്ന് നാം വളരെ കൃത്യമായി മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഹദീസുകളിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശന്ന് പൊരിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരുമ്പം നബി തന്നെ പറയുന്നു, ഇന്നീല അൻഖലിബു ഇലാ അഹ്ലി ഫഅജിദു തംറത സാഖിതതൻ അലാ ഫിറാഷി. ഞാനിങ്ങനെ പ്രയാസപ്പെട്ട് വീട്ടിലേക്ക് കടന്നു വരും, വിരിപ്പിൽ ഇരിക്കാൻ നോക്കുമ്പോൾ കാണാം അവിടെ ഇങ്ങനെ കാരക്ക വീണ് കിടക്കണം. കാരക്ക ഫഅർഫഉഹാ ലിഅകുലഹാ. അപ്പൊ ഞാനത് തിന്നാൻ വേണ്ടി എടുക്കും. സുമ്മ അഖ്ഷാ അൻ തകൂന സദഖ ഫഉൽഖിഹാ. പിന്നെ എനിക്ക് പേടിയാകും, അത് സദഖയുടെ ബൈത്തുൽ മാലിൽ നിന്നുള്ള മുതലാവോ, സദഖയിൽ സക്കാത്തിൽപ്പെട്ടതാകുമോ എന്ന് പേടിച്ച് ഞാൻ അവിടെ തന്നെ ഇടും, തിന്നുകയില്ല. ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ കാരക്കുന്ന മാതിരിയല്ല. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടോ കഴിക്കുന്നതിന് മുമ്പോ അതിന്റെ സൈഡ് ഡിഷാണല്ലോ നമുക്ക് കാരക്കയും ഫ്രൂട്ട്സും ഒക്കെ. ഇത് വിശന്നിട്ടാ തിരുമേനിയുടെ ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, ഐ ലാ യഅകുലുഹാ മഅ അന്നഹു ജായ. തിരുമേനി വിശന്നുകൊണ്ട്, വിശപ്പുണ്ടായിരിക്കെ തന്നെ എന്ത് ചെയ്യൂല, ആ കാരക്ക തിന്നൂല എന്ന്. നിങ്ങൾ ആലോചിച്ചു, എത്രയാണ് നമ്മളൊക്കെ സംശയകരമായ പലതും, അല്ലേ, നമുക്കുറപ്പില്ലാത്ത പലതും ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് ഈ വറഇന്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാമൂഹ്യമായ രംഗത്തും ഇത് നമ്മൾ വളരെ ഗൗരവപൂർവ്വം കാണേണ്ട ഒരു വിഷയമാണ്. വിനിമയ രംഗത്ത്, സംസാര രംഗത്ത്, പെരുമാറ്റ രംഗത്തൊക്കെ ഈ സൂക്ഷ്മതയുടെ അങ്ങേയറ്റം നമ്മൾ കാണണം. ഒരുപാട് സംഗതികൾ ഇതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കുക, വറഇന്റെ പേരിൽ, സൂക്ഷ്മതയുടെ പേരിൽ നമുക്ക് ജീവിതത്തെ നന്നാക്കി എടുക്കാൻ സാധിക്കണം. സൂക്ഷ്മതയുടെ പേരിൽ, വറഇന്റെ പേരിൽ ഹലാലിനെ ഹറാമാക്കുകയോ ഹറാമിനെ ഹലാലാക്കുകയോ നമ്മൾ ചെയ്യാൻ പാടില്ല. വാജിബാത്തുകളിൽ നിന്ന് ഒളിച്ചോടാൻ, കടമകളിൽ നിന്നും ബാധ്യതകളിൽ നിന്നും ഒളിച്ചോടാൻ വറഇ കാരണമാകരുത്. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം വളരെ ദീർഘിച്ചുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എനിക്കും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ജീവിതത്തിൽ പകർത്താനുള്ള മനസ്സും ഈമാനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ഒരു വിഷയവും അതാണ്. ഇത് പറയാൻ എനിക്ക് എളുപ്പമാണ്, കാരണം എന്താ, അവിടുന്ന് ഇവിടുന്നൊക്കെ അങ്ങനെ കിതാബൊക്കെ നോക്കി പഠിച്ചു കൊണ്ടുവന്ന് എന്ത് ചെയ്യാം, പറയാം. പക്ഷെ സങ്കടം എവിടെയാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുകയാണ്. ജീവിതത്തിൽ പകർത്തുന്ന സ്ഥലത്ത് പരാജയം സംഭവിക്കുകയാണ്. ഇവിടെ ഈ വറഇനെക്കുറിച്ച് പണ്ഡിതൻ ഒരുപാട് സംഗതികൾ ഈ വിഷയത്തിൽ പറയുന്ന കൂട്ടത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഏറ്റവും നല്ല ആലിമിനോട് പോലും നിങ്ങൾ വറഇന്റെ പേരിൽ ഉപദേശം നടത്തണം എന്നാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊക്കെ പറയുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് വരാം, അബദ്ധങ്ങളും തെറ്റുകളും സൂക്ഷ്മത കുറവുമൊക്കെ വരാം. ആർക്കും ഏത് സമയത്തും ചൂണ്ടിക്കാണിക്കാം. നമ്മൾ പരസ്പരം ചൂണ്ടിക്കാണിക്കേണ്ടവരാണ്, മറച്ചു വെക്കേണ്ടവരല്ല. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം, എങ്ങോട്ടാ മറച്ചു വെക്കണത്. എന്തായിരുന്നാലും പടച്ചോന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഈ മറ നീക്കപ്പെടും, ഉറപ്പല്ലേ? ഉറപ്പാണല്ലോ, അതിലൊരു സംശയമില്ല.
അതുകൊണ്ട് സഹോദരന്മാരെ, അങ്ങോട്ട് മാറ്റിവെക്കാതെ ഇന്ന അൻദർനാക്കും അദാബൻ ഖരീബ യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാ. ഇമാം ഇങ്ങനെ ഓതിയത് നിങ്ങൾ കേട്ടില്ലേ? അതിന്റെ അവസാനത്തെ വാചകം നമ്മൾ ഇവിടെ എത്ര മറച്ചു വെച്ചാലും യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാ, അവിടെ നമ്മളത് കാണേണ്ടി വരും. അതുകൊണ്ട് ആരും മറച്ചു വെക്കണ്ട. തെറ്റാർക്കും സംഭവിക്കാം, അബദ്ധമാർക്കും സംഭവിക്കാം. നസീഹത്തിന്റെ പേരിൽ മാത്രമാണ് സഹോദരങ്ങളെ ഇത്രയും വിഷയങ്ങൾ സംസാരിച്ചത്. നമുക്ക് ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ ഇല്ല. ദീനിന്റെ കാര്യം എന്ന നിലക്ക് ഈ സംസാരിച്ച കാര്യങ്ങളിൽ വല്ല അവ്യക്തതയുമുണ്ടെങ്കിൽ, സംശയവുമുണ്ടെങ്കിൽ, വിശദീകരിക്കേണ്ടതുണ്ടെങ്കിൽ, തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തണം. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഉപദേശിക്കണം, പരസ്പരം ഉപദേശിക്കണം, ഗുണദോഷിക്കണം. അതാണ് വേണ്ടത്. അതാണ് ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ ഗുണം. അതിനാണ് ഈ കൂട്ടായ്മ. ഈ കൂട്ടായ്മ ആരെയും തകർക്കാനല്ല,